മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഒരു പിടി മണല് കയ്യിലേക്ക് വാരിയെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുറത്തേക്ക് അങ്ങ് എറിച്ചെറിഞ്ഞപ്പോൾ വീട് വളഞ്ഞവരുടെ കണ്ണിന് താൽക്കാലികമായി ചെറിയ പണി കിട്ടിപ്പോയി. എന്തായാലും മുഅ്ജിസത്ത് കാണിക്കല്ലേ അല്ലേ? വീട്ടിന്റെ ചുറ്റും വളഞ്ഞ ആളുകളുടെ മുഴുവൻ ആളുകളെയും കണ്ണിലേക്ക് പൊടിവാരി എറിഞ്ഞിട്ട് പുറത്തേക്ക് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു മുഅ്ജിസത്ത് കാണിക്കുകയാണ്. എന്തായാലും മുഅ്ജിസത്ത് കാണിക്കല്ലേ? മോശാക്കണ്ട, കണ്ണ് തീരെ കാണാത്ത പോലത്തിലായിക്കൂടെ? എന്താ പിന്നെ മുഅ്ജിസത്ത് അങ്ങനെ ആക്കിക്കൂടായിരുന്നോ? അപ്പോഴും അവരുടെ ശരീരത്തിനൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലെ? നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കൂടി തല്ലിയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെയുണ്ടല്ലോ, ചില ആളുകൾക്ക് ഈ വാട്സപ്പിൽ ഇങ്ങനെ അടികൂടുക എന്ന് പറയുന്ന ഒരു ഹരാണ്. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നാട്ടുകാർക്ക് ഒരു വാട്സപ്പ് ഉണ്ടാവും, അതിലെപ്പോഴും അടികൂടുന്ന സ്വഭാവം, എപ്പോഴും കലവില മാത്രം, എപ്പോഴും ചീത്തവിളി മാത്രം, എപ്പോഴും നിസാരപ്പെടുത്തല് മാത്രം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും ഉണ്ടാകൂല. മുമ്പ് കാലങ്ങളിലൊക്കെ ഭയന്ന് പറയുമ്പോൾ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ നിസാരപ്പെടുത്തരുത്. എങ്ങനെ നിസാരപ്പെടുത്തരുത്? പ്രത്യക്ഷത്തിൽ ആളുകളുടെ ഇടയിൽ നിസാരപ്പെടുത്തരുതെന്നൊക്കെയാണ് പറയേണ്ടത്. ഇപ്പൊ അതൊക്കെ മാറി, ഗ്രൂപ്പുകളിൽ നിസാരപ്പെടുത്തരുത് എന്ന് വേല പറയണം അല്ലേ? ഏതെങ്കിലും ഒരു ചങ്ങായി അറിയാതെ കാല് വെച്ച് കുത്തിപ്പോയ ആ വീഡിയോ എടുത്ത് പുറത്തു വിടുക. എന്നിട്ട് കാല് വെച്ച് കുത്തിപ്പോയതിന്റെ ആ പാവം സാധു വേദന അനുഭവിക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അപ്പൊ അയാളെ മുഖം ഇങ്ങനെ ചുളിഞ്ഞു വരുന്ന ആ രംഗം കാണിച്ചിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ചിരിക്കാനും കുറെ കൈമുട്ടാനൊക്കെ ഉള്ള കുറെ ഓപ്ഷൻസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ ആളുകളെ ഹരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ചങ്ങായിന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു അമളി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അത് വാട്സപ്പിൽ വലിച്ചിടുക. ചില ആള് മനസ്സിലാക്കിയത് അതേതെങ്കിലും തെറ്റിയുന്ന ആളുകൾ അല്ലെങ്കിൽ തെറ്റായ നിലയ്ക്ക് ജീവിക്കുന്ന ആളുകളാണ്, അവരെ ഗീബത്ത് പറയല് സുന്നത്താണ്. അതും തെറ്റ് തന്നെയാണ്. ജീവിതത്തിൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവനെ നമുക്ക് ഗീബത്ത് പറയാൻ നിർവാഹമില്ല. അവനെ നമുക്ക് അവന്റെ പച്ചമാംസം തിന്നാൻ നിർവാഹമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാരെ എന്ന് പറഞ്ഞാൽ പോലും അവന്റെ തെറ്റ് മറ്റൊരാളെ മുന്നിൽ പരസ്യപ്പെടുത്താൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഉള്ളതല്ലേ മുസ്ലിയാരെ, ഉള്ളത് തന്നെയാണെങ്കിൽ പോലും ഗീബത്താണെന്നതിൽ തർക്കമില്ല. സ്ഥാനത്ത് ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, അതിന്റെ പേര് കദിബ്. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ്. ഉള്ളതാണെങ്കിൽ പോലും മറ്റുള്ളവന്റെ കുറ്റം പറയുന്ന സ്വഭാവം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഗീബത്തിന്റെ മുഖദ്ദിമയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആളുകൾ പറയും ഗീബത്ത് പറയുമ്പോ ഉള്ളത് പറയാണ് കേട്ടോ, ഇല്ലാത്തതൊന്നുമല്ല, ഉള്ളത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഗീബത്ത് പറയാണ്, ഞാൻ പറയുന്നത് ഉള്ളത് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഗീബത്ത് പറയല്ല, ഞാൻ ഉള്ളത് പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിലും, ഉള്ളതാണ് പറയുന്നതെങ്കിലും അതിന്റെ പേര് ഗീബത്താണ്. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ്. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം വീട് വളഞ്ഞ ആളുകളെ ആക്രമിക്കാൻ വന്ന ആളുകളെ താൽക്കാലികമായി തടിസലാപത്താക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഗീബത്തിന്റെ വാക്ക് പറഞ്ഞത് കാണാനില്ല. അവരെ ഒരു ഗീബത്ത് പറഞ്ഞത് കാണാനില്ല. അവരിലേക്ക് നോട്ടം കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ല. മണൽ വാരി എറിഞ്ഞപ്പോൾ കണ്ണ് കാണാത്ത ആളുകൾക്കിടയിലൂടെ ഇറങ്ങി പോകുമ്പോ കണ്ണുകൊണ്ട് കിടക്കട്ടെ, ഒന്ന് കുറച്ചു നേരം ചൊറിയട്ടെ എന്ന് പോലും അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അവരെ വേദനിപ്പിക്കണമെന്ന് അവിടുന്ന് ചിന്തിച്ചിട്ടില്ല. അവരെ ആക്രമിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല. തോക്ക് വെച്ചില്ല എന്നല്ല, അല്ലെങ്കിൽ മുഅ്ജിസത്ത് മുഖേന അമ്പെയ്തില്ല എന്നല്ല, മുഅ്ജിസത്ത് മുഖേന അവർക്ക് കൊടുത്തില്ല എന്നല്ല. ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരാളെ തലക്ക് കൊടുത്തു എല്ലാവർക്കും മുഅ്ജിസത്ത് മുഖേന അടികിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു മുഅ്ജിസത്തും കാണിച്ചിട്ടില്ല. എന്തിലധികം പറയാനാണ്, പോകുന്ന സമയത്ത് പോലൊരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. വെറുതെയാണോ ഖുർആൻ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ ഹബീബായ നബിയേ, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്.
ഇത് പറയുന്നത് പഠിപ്പിക്കുന്നതിനറിയോ? ലോകം തന്നെ പടച്ച റബ്ബാണല്ലോ. ആ റബ്ബ് ഹബീബിന്റെ മൗലിദോതുകയാണ്. അവിടുത്തെ മൗലിദ് പറയുകയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഇപ്പൊ ചില ആളുകൾക്ക് മൗലിദ് എന്ന് പറയുമ്പോ ബേജാറാണ്, അവിടുത്തെ മൗലിദ് എന്ന് പറയുമ്പോ പേടിയാണ്, അവിടുത്തെ മൗലിദ് വരുമ്പോഴേക്ക് വല്ലാത്ത ടെൻഷനാണ്, അതിന്റെ പിന്നാലെ കൂടെയാണ്. മൗലിദോദൽ ശിർക്കാണ്, അവിടുത്തെ മദ്ഹ് പറയല് പിടിക്കാത്തതാണ്, അവിടുത്തെ ബഹുമാനം പറയുമ്പോ ടെൻഷനാണ്, ഈമാനിന്റെ കുറവാണ് കേട്ടോ. അള്ളാന്റെ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ അവിടുത്തെ മൗലിദ് തന്നെ. എത്രയിടങ്ങളിൽ ആ നിബിധങ്ങളെ മൗലിദ് ഖുർആനിലുള്ളത്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് മാത്രമാണോ? അല്ല, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാനാണ് ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ റബ്ബിന് പറയാനുള്ളത്. എന്നോട് നിങ്ങളോട് അല്ലാഹ് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, റബ്ബിനെ ഇഷ്ടപ്പെടുന്ന അടിമകളാണെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വഴിപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ പരിപൂർണമായ നിലക്ക് സ്നേഹിക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയുള്ള ജീവിതം വേണം. അവിടെയാണ് നിങ്ങളുടെ വിജയം, അവിടെയാണ് നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്. ഇതിന് എന്ത് വേണം? നബിതങ്ങളെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടാതെ ഒരാൾക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. എന്താ കാരണം? അല്ലാഹുവിനെ കാണിച്ചു തരികയും അല്ലാഹുവിനെ അറിയിച്ചു തരികയും അല്ലാഹുവിനെ പഠിപ്പിച്ചു തരികയും അല്ലാഹുവിലേക്കുള്ള വിശ്വാസം എന്തിനാണ് എന്ന് ജീവിതത്തിലൂടെ നാവിലൂടെയും ജീവിതം കൊണ്ടും കാണിച്ചു തന്ന നേതാവാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, അല്ലേ, ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയോ? ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളെ ബഹുമാനം പറയാതിരിക്കാൻ കഴിയോ? എവിടെയെങ്കിലും വെച്ച് നമുക്ക് ചാൻസ് കിട്ടുമ്പോ ഇഷ്ടപ്പെടുന്ന ഒരാളെ ബഹുമാനം നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഇല്ലേ? ഇഷ്ടപ്പെടുന്ന പോലെ ബഹുമാനവും പറയില്ലേ? ആരെ ബഹുമാനവും പറയില്ല, അനമോലൂത് മാത്ര. എന്റെ ബഹുമാനം ഞാൻ എന്റെ ബഹുമാനെ പറയുള്ളൂ, വേറെ ആരെ ബഹുമാനവും പറയില്ല. എങ്ങനെയാ? അല്ലല്ലോ. മറ്റൊരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരു ശിഷ്യനാണെങ്കിൽ ആ ശിഷ്യൻ ഉസ്താദിന്റെ മദ്ഹ് പറയൂലേ? ഉള്ളതേ പറയാവൂന്ന് മാത്രം, അല്ലേ? ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്ന ശിഷ്യനാണെങ്കിൽ ഉസ്താദിന്റെ ബഹുമാനം പറയും, അല്ലേ? ഉമ്മാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഉമ്മന്റെ ബഹുമാനം പറയും. ബാപ്പനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ബാപ്പന്റെ ബഹുമാനം പറയും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണോ അവന്റെ നാവിലൂടെ അറിയാതെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ നബിതങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നതെങ്കിൽ അവൻ തീർച്ചയായും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവിടുത്തെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ എവിടെ നബിതങ്ങളെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ചാൻസ് കിട്ടുമോ അവൻ എഴുതാൻ ചാൻസ് കിട്ടുമോ അവൻ എഴുതിയിരിക്കും, പറയാൻ ചാൻസ് കിട്ടുമോ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് അവിടത്തോടുള്ള ഇഷ്ടത്തിന്റെ പ്രകടനമാണ്. ഹബീബായ നബിതങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആയാണോ ആ ദുആക്ക് ഉത്തരവുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ദുആ ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലണം, അവസാനത്തിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കാനുള്ള കാരണം കേട്ടോ.
മഹാനായ അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യസ്അലല്ലാഹ്, ആരെങ്കിലും റബ്ബിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചാൽ, ഹാജത്തു അവന്റെ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫൽയബ്ദഅ ബിസ്സലാത്ത്, അവൻ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട്, ഫൽയബ്ദഅ ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ ചോദ്യം ആരംഭിക്കട്ടെ. അങ്ങനെ അവന്റെ ആവശ്യത്തെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞു, ആ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ, ആ നബി തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ അത് സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല. അല്ലാഹു അക്രം, മഹാനവറുകൾ പറയാണ്, അല്ലാഹു വല്ലാത്ത കാരുണ്യമുള്ളവനാണ്. ആ റബ്ബിനോട് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ തുടക്കത്തിലും അവസാനത്തിലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അല്ലാഹു വലിയ കറമുള്ളവനാണ്. ആ റബ്ബവന്റെ ദുആക്ക് ഇജാബത്ത് നൽകാൻ അത് വലിയ കാരണമായി പോയി. അതിന് തെളിവാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇദാ ദഅ അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഫൽയബ്ദഅ ബിതഹ്മീദില്ലാഹ്, റബ്ബിന്റെ മുന്നിൽ ആദ്യം അവൻ ഹംദ് ചൊല്ലട്ടെ, എന്നിട്ട് അവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ, എന്നിട്ട് അവൻ ആവശ്യമുള്ളത് ബിമാശാ, അവൻ ആഗ്രഹിക്കുന്നത് റബ്ബിനോട് ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുക, ആ സ്വലാത്ത് കൊണ്ട് കാരണമായി പോയി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി മഹാനായ അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ദുആഇന്റെ തുടക്കത്തിലും അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദ് ഓദിക്കോ. മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മദ്ഹ് ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനാണ്. മൗലിദെല്ലാം സ്വലാത്താണ്, നബി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് അവിടുത്തെ മേൽ നിങ്ങൾ തുടക്കത്തിലും അവസാനത്തിലും ദുആഇന്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അത് പിന്നെ ആ നബി തങ്ങൾ ലോകത്തേക്ക് ജനിക്കപ്പെട്ട സമയത്തെ തെരഞ്ഞെടുക്കുന്നു, അല്ലാത്ത സമയത്തും നമ്മൾ സാധാരണ മൗലിദ് ഓതുന്നവരാണ്. നമ്മളെ വീട്ടിലൊരാള് വിദേശത്തേക്ക് പോവാണെങ്കിൽ സുന്നികളായ നമ്മൾ എന്താ ചെയ്യാ, അവരെ വീട്ടിൽ മൗലിദ് ഓതും, അല്ലേ? മങ്കൂസ് മൗലിദ് ഓതും, അല്ലെ ശറഫ് അൽ-അനാം ഓതും, അല്ലെങ്കിൽ ബുർദ് ഓതും, അല്ലേ? നാട്ടിൽ അങ്ങനെ പതിവില്ലേ? ഇല്ലേ? വിദേശത്തേക്ക് പോവാണെങ്കിൽ അതാണ് പരിപാടി. മരിച്ച വീട്ടിലാണെങ്കിൽ എന്താ പരിപാടി? അപ്പോഴും നമുക്ക് മദ്ഹോദല തന്നെ. എപ്പോഴും ഒരു സുന്നിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യമായ പരിപാടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുള്ള മദ്ഹ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടെ ഏഴൊക്കെ അവസരം കിട്ടുമോ അവിടൊക്കെ അവൻ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ഭാഗ്യാണ്. അത് നിർബന്ധമായി ചെയ്യാനാണ്. അത് ചിലപ്പോ വീട്ടിലാരും വിദേശത്തൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും വീട്ടിൽ നടക്കുന്നില്ല, സലാത്ത് നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് നിർബന്ധാക്കിയത് 5 നേരത്തെ നിസ്കാരത്തിലും നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നു പോകാൻ പാടില്ല. ബാങ്കിലും ഇഖാമത്തിലും മറന്നു പോകാൻ പാടില്ല എന്നല്ല, അതെന്തായാലും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കണം. അതല്ല, പിന്നെ ഓരോരുത്തരും ചൊല്ലിയിരിക്കണം. പള്ളിയിലെ മൂലയാര് മാത്രം കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ അതുപോലെ ബാങ്ക് കൊടുക്കുന്ന ആൾ മാത്രം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു പോരാ. അത് കേട്ടവൻ മാത്രം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഇജാബത്ത് നൽകിയാ പോരാ. പിന്നെ നിർബന്ധമായും ബാങ്ക് കേട്ടവനാണ് എങ്കിലും അല്ലെങ്കിലും നിർബന്ധമായും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. എപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ആ ഹബീബായ നബി തങ്ങളുടെ മേൽ സലാം പറയാത്തൊരൊറ്റ നേരത്തെ നിസ്കാരമില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളയുമായുള്ള മുനാജാത്താണ്, അല്ലേ? അള്ളയുമായുള്ള സംഭാഷണത്തിന് അടിമക്കല്ല നൽകിയ അവസരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിൽ പോലും
അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം ചൊല്ലാതെ അവിടത്തോട് സലാം പറയാതെ